ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടിനെ കുറിച്ചാണ് ഇന്ന് തൃശ്ശൂർ ഹോംസ് അവതരിപ്പിക്കുന്നത്. 2.5 കിലോമീറ്ററിന് താഴെ മാത്രമാണ് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഈ കാണുന്ന ഫർണിച്ചർ എല്ലാമാണ് അവർ കൊടുക്കുന്നത്. TV ഉണ്ട്, ഇൻവേർട്ടേഴ്സ് ഉണ്ട്, ലിവിംഗ് ഏരിയയിലുള്ള സോഫ സെറ്റുകൾ എല്ലാം തേക്ക് കൊണ്ട് ഉണ്ടാക്കിയുള്ളതാണ് കേട്ടോ. സോഫ സെറ്റുകളെല്ലാം ഇതെല്ലാം കൂടിയിട്ടാണ് ഉടമ ഈ വീട് കൊടുക്കുന്നത്. 2 വർഷത്തിൽ താഴെയാണ് ഉടമ ഈ വീട്ടിൽ മേടിച്ചിട്ട് ആയിട്ടുള്ളൂ. അവരൊരു 6 മാസത്തിൽ മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ താമസിക്കുന്ന സ്ഥിരതാമസമുള്ള വ്യക്തികളാണ് ഇത് മേടിച്ചിരിക്കുന്നത്. അവർ തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോകുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നത്. ഈ വീടിന് കുറെ പ്രത്യേകതകളുണ്ട് കേട്ടോ. വളരെ സ്പേഷ്യസ് ആണ് എല്ലാ സ്ഥലങ്ങളും. ഇത് ഡൈനിങ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടത് ലിവിംഗ് ഏരിയ, ഡൈനിങ് ആണ്. ആ 6 യൂണിറ്റ്സ് ഡൈനിങ് ടേബിൾ അടക്കം കൊടുക്കുന്നതാണ്. തേക്കിന്റെയാണ് അതും. എല്ലാം തേക്ക് കൊണ്ടുള്ള ഫർണിച്ചേഴ്സ് ആണ്. കട്ടിലുകളുണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, AC ഉണ്ട്. അങ്ങനെ എല്ലാ ഫർണിച്ചേഴ്സും കൂടിയിട്ട് കൊടുക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് കിച്ചണിലേക്ക് പോവാം. മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പുതിയ ഫ്രിഡ്ജുണ്ട്. വാട്ടർ പ്യൂരിഫൈയിങ് സിസ്റ്റം ഉണ്ട്. ഇതാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തത്. ഇംപെക്സിന്റെ ആണ് ഉള്ളത്, അല്ല PGOന്റെ ആണ് ഉള്ളത്. മൈക്രോവേവ് ഓവൻ, അങ്ങനെ എല്ലാം ഫർണിച്ചേഴ്സ് എല്ലാം കൂടിയാണ് അവർ കൊടുത്തിട്ടാണ് ഡൽഹിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ താഴെ മാത്രമാണ് ഇതിലേക്കുള്ള ദൂരം. ഇത് വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയുടെ അനുബന്ധമായി തന്നെ ഒരു കോമൺ ടോയ്ലറ്റ്, അവിടെയാണ് അവർ വാഷിംഗ് മെഷീൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്പേസും കൊടുത്തിട്ടുണ്ട്. കോമൺ ടോയ്ലറ്റ് ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് കിച്ചണിലുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും. അതിൽ ഫാൻ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് റൂമുകളൊന്ന് നോക്കാം. കിങ് സൈസ് കട്ടിൽ. ഈ കട്ടിലിട്ടിട്ട് റൂമിന്റെ സൈസ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. കട്ടിലിട്ടിട്ടും ഇത്രയധികം സ്പേസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. എല്ലാ സൈഡുകളിലും തേക്കിന്റെ കട്ടിലാണ്. ഫുൾ കവേർഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ നല്ല തേക്ക്. അതിലേക്കുള്ള ബെഡ്, അങ്ങനെ എല്ലാവിധ ഐറ്റംസും കണ്ടോ. ആ റൂമിന്റെ സ്പേസ് കണ്ടോ, നല്ല സ്പേഷ്യസ്. ഈ അലമാര വരും അതില്. ഇവിടെ വേറെ കബോർഡുകൾ അത് കൂടാതെ ഉണ്ട്. അങ്ങനെ ഈ എല്ലാ ഐറ്റംസും കൂടിയിട്ടാണ് ഉടമ ഈ വീട് സെല്ല് ചെയ്യുന്നത്. അപ്പൊ റൂമിന്റെ സ്പേസ് ഞാൻ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 4.5 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വീടാണ്. ഇത് ബാത്റൂമാണ്. 4 ബെഡ്റൂമുകളും ഇതേപോലെ സൈസുകളാണ്. 2 കാറുകൾ പാർക്ക് ചെയ്യാം. അതാണ്. അപ്പൊ 4.5 സെന്റ് സ്ഥലത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീട്. അത് എല്ലാ സ്പേഷ്യസോടും കൂടിയിട്ട്. ഇത് ഈ റൂമിന്റെ സ്പേഷ്യസ് നോക്കിക്കോളൂ. കിങ് സൈസ് ഡബിൾ സൈസ് കട്ടിലിട്ടിട്ടുണ്ട്. AC ഉണ്ട്. റൂമിൽ AC അടക്കം കൂടിയിട്ടുള്ളതാണ് കൊടുക്കുന്നത്. 2 സൈഡുകളിലേക്ക് നമുക്ക് സുഗമമായിട്ട് ഇറങ്ങാൻ കഴിയും. ഇവിടെയും ഉണ്ട് സ്ഥലം. അതുകൊണ്ടാണ് റൂമിന്റെ സൈസ് നമ്മൾ ചെറുതായി വിചാരിക്കും 4 സെന്റ് സ്ഥലത്ത് എങ്ങനെ എത്ര വലിയ സ്പേസ് ഒക്കെ വരിക എന്നുള്ളത്. അതാണ് ഈ വീടിന്റെ കുറച്ചും കൂടിയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രത്യേകത. ആ കബോർഡുകളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഈ ബെഡ്, അതിൽ വരുന്ന കോട്ട്, എല്ലാം ഫാൻ, അങ്ങനെ എല്ലാ സാധനങ്ങളോടും കൂടി കണ്ടോ. ഞാനത് പ്രത്യേക തേക്കിന്റെ സാധനങ്ങളായതുകൊണ്ട് ഞാനത് പ്രത്യേകം തൊട്ട് കാണിക്കാൻ ചെയ്യുന്നത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഫാൾ സീലിംഗ് വർക്കുകൾ, LED ലൈറ്റുകൾ എല്ലാം ഉണ്ട് അതില്. ഒരു അർജന്റ് സെയിലാണ്. ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 95 lakhs ആണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ്. അതുകൊണ്ട് 95 lakhs ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പിന്മാറേണ്ട. നമുക്ക് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. അവർക്ക് അർജന്റ് ആയതുകൊണ്ട് ഒരുപാട് നെഗോഷ്യബിൾ അല്ല. നമുക്ക് റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ്. 4 സെന്റ് സ്ഥലത്ത് ഏതെങ്കിലും വീടുകൾ നമുക്ക് 5 സെന്റിൽ വീടുണ്ടാക്കിയവർക്കും 2 കാറിന്റെ സ്പേസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയധികം റൂം സൈസുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്കിനി അപ്സ്റ്റേഴ്സിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ്. ചില റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിലൊന്നും അവർ റൂമുകൾ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ആകെ ഒരു റൂം മാത്രമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇത്രയും 2 വർഷത്തിൽ താഴെയാണ് ഇതിന്റെ അവർ മേടിച്ചിരിക്കുന്ന കാലാവധി. അതിൽ തന്നെ 6 മാസത്തിൽ താഴെയാണ് അവർ ഇതിൽ സ്ഥിരമായി എപ്പോഴെങ്കിലും വന്നു പോകാൻ മാത്രമായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ചെറിയൊരു അപ്പർ ലിവിംഗ് ഏരിയയാണ്. ഇതൊരു ബെഡ്റൂമാണ്.
ബെഡ്റൂം എത്ര വലിയ കട്ടിലിട്ടാലും അതിന് സൈഡിലേക്ക് ഇഷ്ടമാതിരി സ്പേസ്. അതാണ് ആ ബെഡ്റൂമുകളിൽ ഇതാക്കേണ്ടത്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് സ്ഥല സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇതിലും ഉണ്ട്. അപ്പൊ 3 കട്ടില് തന്നെ ഇതിലുണ്ട്. 3 കട്ടില്, കിടക്ക, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻസ്, പിന്നെ എല്ലാ റൂമുകളിലും ഫാന്, കബോർഡുകൾ, അങ്ങനെ ഫുൾ നമുക്ക് ജസ്റ്റ് വന്ന് താമസിക്കേ വേണ്ടുള്ളൂ. അപ്പൊ ഈ വീട് ആവശ്യമുള്ളവർ തൃശൂർ ഹോംസിന്റെ മുകളിൽ നമ്പറുമായി ബന്ധപ്പെടാൻ മറക്കരുത്. ഈ റൂമിൽ നിന്നാണ് നമുക്ക്, ഇത് ബാത്റൂമാണ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ്, നമുക്കത് കാണാം. ഈ റൂമിൽ നിന്നാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള സൗകര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതില് സോളാർ വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ CCTV ക്യാമറകൾ ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ഫ്ലോറിംഗ്, ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരു ടൈലും ഉപയോഗിച്ചിട്ടില്ല. എല്ലാ സ്ഥലത്തും. ഇത് അപ്പർ സിറ്റ് ഔട്ട് ആണ്, നമുക്ക് സിറ്റ് ഔട്ട് ഇല്ല, ബാൽക്കണിയാണ്. ഓക്കെ, കാർ ഷെഡാണ്, 2 കാറുകൾ പാർക്ക് ചെയ്യാം. അങ്ങനെ എല്ലാം ഗ്രാനൈറ്റ് മാത്രം, എല്ലാ ഫ്ലോറിംഗിലും എല്ലാവിടെയും ഗ്രാനൈറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ എല്ലാവരും ഇപ്പൊ ടൈലുകളായിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും വളരെ വിലപ്പെട്ടതാണ്. ഇത് ഓപ്പൺ ടെറസ് ആണ്. ഓപ്പൺ ടെറസിലൂടെ നമുക്ക് മുകളിലേക്ക് ഒന്ന് കയറി പോവാം. സോളാർ വാട്ടർ ഹീറ്റർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവിടെ പോകുന്നത്. ഓക്കെ, ഇതാ സോളാർ വാട്ടർ ഹീറ്റർ, റൂഫ് ടോപ്പ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാം കൊണ്ടും ഇതാണ് സോളാർ വാട്ടർ ഹീറ്റർ. അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ മുകളിലേക്ക് പോയത്. ഇനി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമാണിത്. അവർ ഉപയോഗിച്ചിട്ട് പോലുമില്ല. ഒരു അയൺ ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് ചെയറുകൾ കൊണ്ടിടാനും മാത്രമാണ് ഈ റൂം പോലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മുകളിൽ ഫസ്റ്റ് ഫ്ലോർ ഉപയോഗിച്ചിട്ട് പോലുള്ള ആകെ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുന്ന ഒരു റൂം മാത്രമാണ് അവർ ഉപയോഗിച്ചിട്ട്, കിച്ചൺ, ഡൈനിങ്, ലിവിംഗ്, ഇത്രയും സ്പേസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് അതിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ്. സോറി. അപ്പൊ ഈ വീട് കാണാൻ താല്പര്യമുള്ളവരോ, ഇത് വീട്ടിലേക്കുള്ള റോഡിന്റെ വിഡ്ത്താണ്, വൈഡ് ആയിട്ടുള്ള റോഡ്. ഇത് വീടിന്റെ എലിവേഷനാണ്. അപ്പൊ ഈ വീടിന്റെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൂടി ഞാനൊന്ന് നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഓപ്പൺ വെല്ലും കൂടി ഉണ്ട്. വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. വീടിന്റെ എലിവേഷനാണ് ഞാനിപ്പോ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഗേറ്റ് തുറന്ന് നമുക്ക് ആ 2 ഇത് കാണാം. അതിന്റെ അടുത്ത് തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ്, എടുത്തു പറയേണ്ടതാണ്. അവിടെ ഒരു ഫ്ലാറ്റ് സമുച്ചയമുണ്ട്, ഗേറ്റഡ് വില്ലകൾ പോലുള്ള ഒരു സമുച്ചയവും ഉണ്ട്. നമുക്ക് മെയിൻ റോഡിലേക്ക് വേണമെങ്കിൽ, ബസ് റോഡിലേക്കൊക്കെ ഒരു 500-600 മീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ളത്. അതാണ് കാറിന്റെ സ്പേസ്. ഞാൻ 2 വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. 2 വണ്ടികൾ സുഗമമായിട്ട് ഇതിൽ പാർക്ക് ചെയ്യാം. ഇത് കിണറാണ്. കിണറിനൊന്ന് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവര്. അപ്പൊ ഇതാണ് ഈ വീടിനെ കുറിച്ചുള്ള ഒരു ഇത്. ഇനി നമ്മൾ സിറ്റ് ഔട്ട് കണ്ടിട്ടില്ല, ചെറിയൊരു സിറ്റ് ഔട്ട്. അപ്പൊ ഇത് തല തിരിച്ചാണ് കാണിച്ചിരിക്കുന്നത്, ഫുള്ളി ഫർണിഷ്ഡ് ആയതുകൊണ്ട് ആദ്യം ഞാൻ ഉള്ളിലേക്ക് കാണിച്ചിട്ട് 2ാം വർഷമാണ് നമുക്ക് എലിവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വീടിന് താല്പര്യമുള്ളവർ തൃശൂർ ഹോംസുമായി ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.